ഗവർണർ ഹിയറിംഗിന് വിളിച്ചതിനു പിന്നാലെ എൻ ഓപ്പൺ സർവകലാശാല വിസി PM മുബാറക് പാഷ രാജിവെച്ചു. ചട്ടപ്രകാരം തന്നെയെന്നാണ് നിയമനം നടന്നതെന്ന് 3 വിസിമാർ ഗവർണർക്ക് വിശദീകരണം നൽകി. വിസിമാരെ പുറത്താക്കുന്നതിൽ ഇനി ഗവർണറുടെ തീരുമാനം നിർണായകമാണ്. ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ വിസിമാരെ ഗവർണർ ഹിയറിംഗിന് വിളിച്ചത്. ഹിയറിംഗിനെത്താതിരുന്ന ഓപ്പൺ സർവകലാശാല വിസി PM മുബാറക് പാഷ രാജ്ഭവനിൽ തന്റെ രാജിക്കത്ത് എത്തിച്ചു. വിശദീകരണം നൽകിയാലും പുറത്താക്കപ്പെടുമെന്ന് വിലയിരുത്തി രാജിവെച്ചുവെന്നാണ് സൂചന. രാജി ഗവർണർ അംഗീകരിച്ചിട്ടില്ല. പുറത്താക്കൽ നടപടിയുടെ ഭാഗമായി വിളിച്ച ഹിയറിംഗിൽ ഡിജിറ്റൽ സർവകലാശാല വിസി സജി ഗോപിനാഥ് രാജ്ഭവനിൽ നേരിട്ട് ഹാജരായി. കാലിക്കറ്റ് സർവകലാശാല വിസി ഡോക്ടർ MK ജയരാജന്റെ അഭിഭാഷകൻ നേരിട്ടും സംസ്കൃത സർവകലാശാല വിസി MV നാരായണന്റെ അഭിഭാഷകൻ ഓൺലൈൻ വഴിയും ഹിയറിംഗിൽ പങ്കെടുത്തു. തങ്ങളുടെ നിയമനം ചട്ടപ്രകാരമാണെന്നായിരുന്നു വിസിമാരുടെ വിശദീകരണം. വിസിമാരെ പുറത്താക്കാനുള്ള നടപടിക്രമങ്ങൾ ചാൻസലറായ ഗവർണർ പാലിച്ചില്ലെന്നും വിസിമാർ അറിയിച്ചു. എന്നാൽ 3 വിസിമാരുടെ നിയമനത്തിലും അപാകതയുണ്ടെന്ന് ഹിയറിംഗിൽ പങ്കെടുത്ത UGC പ്രതിനിധി അഭിപ്രായപ്പെട്ടു. നിയമോപദേശം തേടിയ ശേഷമാകും ഗവർണറുടെ തുടർ നടപടികൾ. രാജിവെക്കാൻ നോട്ടീസ് നൽകിയ 11 വിസിമാരിൽ 3 പേരാണ് പട്ടികയിൽ ബാക്കിയുള്ളത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.